ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത L2 എമ്പുരാൻ എന്ന മലയാളത്തിന്റെ വമ്പൻ സിനിമയുടെ ടീസർ ഉണ്ടാക്കിയ ഓളം ഇനിയും തീർന്നിട്ടില്ലല്ലോ. ഇപ്പോഴും സിനിമയുടെ ടീസറിനെ കുറിച്ചുള്ള ചില ഷോട്ടുകളെ കുറിച്ചുള്ള അതോടൊപ്പം തന്നെ ചിത്രത്തിലെ നിഗൂഢതകൾ നിറഞ്ഞ രംഗങ്ങളെ കുറിച്ചുള്ള ചർച്ചകളാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. അവയിൽ ചില ചർച്ചകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ താരമൂല്യമുള്ള ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ എന്ന സിനിമയിൽ ലാലേട്ടൻ ഡബിൾ റോളിലാണ് എത്തുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ടീസർ വന്നതിന് ശേഷമുള്ള ഒരു ചർച്ച. നേരത്തെ സിനിമയുടെ ടീസറിന് മുന്നേ തന്നെ ലൂസിഫർ എന്ന സിനിമയുടെ റിലീസിന് ശേഷം തന്നെ ഇത്തരത്തിലുള്ള ഒരു ചർച്ച നാം കണ്ടതാണ്. എന്നാൽ ഇപ്പോഴത്തെ ടീസർ റിലീസിന് ശേഷം അത് വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. അബ്രാം ഖുറേഷി, അബ്രാം സ്റ്റീഫൻ നെടുമ്പള്ളി എന്നിവർ രണ്ടുപേരാണ് എന്ന രീതിയിലുള്ള ചർച്ചയാണ് ഒരു വശത്ത് നടക്കുന്നതെങ്കിൽ മറ്റൊരു ഭാഗത്ത് അബ്രാം ഖുറേഷി, അബ്രാം രണ്ടുപേരാണ്. അതിൽ ഒരാൾ അബ്രാം ആണെങ്കിൽ മറ്റൊരാൾ ഖുറേഷിയാണ് എന്ന രീതിയിലുള്ള സംസാരവും നടക്കുന്നുണ്ട്. ഇതിനിടയിൽ വേറൊരു ഭാഗത്ത് ഖുറേഷിയായിട്ട് എത്തുന്നത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയായിരിക്കും. മമ്മൂക്ക സിനിമയിൽ ഗസ്റ്റ് റോളിലുണ്ട് എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങളും ഇതിനോടൊപ്പം തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട്. നേരത്തെ ഷൂട്ടിംഗ് ഘട്ടത്തിൽ കേരള കൗമുദി പത്രമെല്ലാം തന്നെ പുറത്തുവിട്ടത് കൊച്ചിയിൽ അതീവ രഹസ്യമായിട്ട് മമ്മൂട്ടിയുടെ രംഗങ്ങൾ എമ്പുരാന് വേണ്ടി ചിത്രീകരിച്ചിട്ടുണ്ട് എന്നാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത എന്തായാലും വരും ദിവസങ്ങളിൽ പൃഥ്വിരാജ് തന്നെ അഭിമുഖത്തിലൂടെ വെളിപ്പെടുത്തും, അതല്ലെങ്കിൽ കാസ്റ്റ് അപ്ഡേറ്റിലൂടെ വെളിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കാം. സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപന പോസ്റ്ററായിട്ട് വന്നൊരു പോസ്റ്ററാണല്ലോ ഇത്. ഈ ഡ്രാഗൺ ചിഹ്നം ഷർട്ടിൽ പതിപ്പിച്ച് പിന്നിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഇയാൾ ആരാണ് എന്നൊരു ചോദ്യം ടീസർ വന്നതിന് ശേഷവും സോഷ്യൽ മീഡിയയിൽ പരക്കുകയാണ്. സിനിമയിലെ വില്ലനാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ വില്ലനെ കുറിച്ചുള്ള സൂചനകൾ ഇനിയും വന്നിട്ടില്ല എന്നത് സിനിമയെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാനായിട്ട് ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. അവസാനത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണല്ലോ ലിയോ എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള FT റെക്കോർഡ് കളക്ഷനായ 12 കോടി എമ്പുരാൻ എന്ന സിനിമയ്ക്ക് മറികടക്കാൻ കഴിയുമോ ഇല്ലയോ എന്നത്. ഇക്കാര്യത്തിൽ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ ലിയോയുടെ FT കളക്ഷൻ എമ്പുരാനെ മറികടക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ സമീപകാലത്ത് ഏത് മലയാളം സിനിമയ്ക്കാണ് ലിയോയുടെ FT കളക്ഷൻ മറികടക്കുക എന്നത് ചോദ്യചിഹ്നം തന്നെയാണ്. നിലവിൽ നാം മനസ്സിലാക്കുന്നത് ലിയോയുടെ ഇതുപോലെ ഒരു അതിരാവിലെ ഷോസ് എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ലഭ്യമാകുകയാണെങ്കിൽ ഉറപ്പായിട്ടും എമ്പുരാന് ലിയോയുടെ FT കളക്ഷൻ മറികടക്കാനായിട്ട് കഴിയും. നിലവിൽ അത്രത്തോളം മികച്ചൊരു ഹൈപ്പ് സിനിമ ടീസർ കൊണ്ട് മാത്രം നേടിയെടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടും നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ ഹൈപ്പേ എമ്പുരാൻ എന്ന സിനിമ നേടിയെടുക്കുകയുള്ളൂ. ഒടിയന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ലൂസിഫറിന് പോലും അതിരാവിലെ ഷോസ് ഉണ്ടായിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. അതേ രീതിയിലുള്ള ഷോസ് ആണ് എമ്പുരാന് നൽകുന്നതെങ്കിൽ ഉറപ്പായിട്ടും ലിയോയുടെ FT മറികടക്കാൻ സാധ്യതയില്ല. അതല്ല പൃഥ്വിരാജ് തീരുമാനം മാറ്റുകയാണെങ്കിൽ എമ്പുരാൻ അതിരാവിലെ ഷോ വയ്ക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലിയോയുടെ FT തകർക്കാനുള്ള കെൽപ്പ് എമ്പുരാൻ എന്ന സിനിമയ്ക്ക് നിലവിലുണ്ട്. കാത്തിരിക്കാം എമ്പുരാനെ കുറിച്ചുള്ള അടുത്ത വാർത്തകൾക്ക്.